തൊഴിലുറപ്പ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് തന്നെ കഷ്ടപ്പാടിന്റെ കാലത്ത് സഹായിക്കാനാണ്. കേരളത്തിലാണെങ്കിൽ കർക്കിടകം പോലുള്ള സമയത്താണ് ഒരു പണിയും പണവും ലഭിക്കാത്തത്. ആ സമയത്തൊക്കെ ഗ്രാമങ്ങളിലെ പാവങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത്. തൊഴിലുറപ്പ് പദ്ധതി സർക്കാരിന്റെ വെറും പ്രഖ്യാപനത്തിലൂടെ നടപ്പിലാക്കിയതല്ല, നിയമം നിർമ്മിച്ച് അത് പാർലമെന്റിൽ പാസാക്കി അതനുസരിച്ച് നടത്തുന്നതാണ്. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയും പാചകവാതക പദ്ധതിയുമെല്ലാം പ്രഖ്യാപനത്തിലൂടെ നടപ്പാക്കിയതാണ്. അത് നിയമപരമായ ബാധ്യതയല്ല. എന്നാൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2005 MNREG ആക്ട് അനുസരിച്ച് നടപ്പിൽ വന്നതാണ്. റേഷൻ നൽകുന്നത് നിർബന്ധമാക്കിയ നിയമം പോലെ തൊഴിലുറപ്പും നിർബന്ധമായും പാലിക്കേണ്ട പദ്ധതിയാണ്. അതിലാണ് വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തുന്നതും നൽകേണ്ട തുക മാറ്റിവെക്കുന്നതും. കിസാൻ നിധിയൊക്കെ ഏത് സമയത്തും നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയും. എന്നാൽ ആരു ഭരിച്ചാലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ പാർലമെന്റിൽ പുതിയ നിയമം പാസാക്കണം. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ പദ്ധതിയെ കൊല്ലാൻ നിയമം കൊണ്ടുവന്നാലുള്ള പ്രശ്നങ്ങൾ ഏവർക്കും ബോധ്യമുള്ളതാണ്. ഇല്ലാതാക്കാൻ കഴിയില്ലാത്തതിനാൽ എക്കാലവും വെന്റിലേറ്ററിൽ കിടത്തുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അത് ഗ്രാമീണ ജനതയോട് കാണിക്കുന്ന കൊടും വഞ്ചനയല്ലാതെ മറ്റെന്താണ്?